സോ സുഖമല്ലേ? സുഖം. ഇപ്പോൾ തേർഡ് ഇയർ സിക്സ്ത് സെമസ്റ്റർ എങ്ങനെയുണ്ട് ഫർഗാനയിലെ ഒരു ലൈഫ്? നന്നായിട്ടുണ്ട്. ഞാൻ റഷ്യ വെച്ചും താഷ്കിന്ത് വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈഫാണ്. യൂണിവേഴ്സിറ്റി ആയാലും സ്റ്റഡീസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ പഠിക്കണം, അതാണ് മെയിൻ. വൈവ ഉണ്ട്, എല്ലാം കൊടുത്തു തീർത്താൽ മാത്രമേ എക്സാമിന് പെർമിഷനും കാര്യങ്ങളെല്ലാം കിട്ടും. വൈവാസ് ഒക്കെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്? വൈവാസ് ആദ്യം നമുക്ക് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സൈക്കിൾ ഓഫ് ലെക്ചർ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോഴത്തേക്കും ഓരോ ഡേയിലും ഓരോ ടോപ്പിക്ക് വൈവാസ് ഉണ്ട്. അത് പഠിച്ച് പോയി നമ്മളവിടെ പോയി സബ്മിറ്റ് ചെയ്യണം. ദേവയെ സംബന്ധിച്ചിട്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഓക്കെ, ഫസ്റ്റ് റഷ്യയിൽ പോയി. റഷ്യയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? ഞാൻ റഷ്യയിലെ നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. നോർത്തേണിലായിരുന്നു. ഓക്കെ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ അവിടുത്തെ എന്താ പറയുക, മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റഷ്യ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് ആയാലും എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ട്രാൻസ്ഫറായി താഷ്കിന്തിലോട്ടാണ് ആദ്യം ട്രാൻസ്ഫർ. ഏത് യൂണിവേഴ്സിറ്റിയിലോട്ടായിരുന്നു? താഷ്കിന്ത് മെഡിക്കൽ അക്കാഡമി TMA പോയത്. അവിടെ ആയപ്പോഴത്തേക്കും സംഭവം വേറൊന്നുമല്ല, ട്രസ്റ്റ് നമുക്ക് കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി വഴിയാണ് പോയത്. പിന്നെ അത് പ്രശ്നങ്ങളായി. കാരണം എനിക്ക് തന്ന ഒരു അഡ്മിഷൻ ലെറ്റർ ഫേക്ക് ആയിരുന്നു. ഏജന്റ് എഡിറ്റ് ചെയ്ത ഒരു അഡ്മിഷൻ ലെറ്റർ ഫേക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 1 ഇയറോളം നാട്ടിലായിരുന്നു. അപ്പോൾ ഈ തഷ്കനിൽ നിങ്ങൾ ട്രാവൽ ചെയ്തായിരുന്നോ, അതോ പിന്നെ പോയിട്ട് തിരിച്ചു പോകായിരുന്നോ, അതോ നാട്ടിൽ വെച്ച് തന്നെ ഇത് ഡ്രോപ്പ് ചെയ്തോ തഷ്കനിലോട്ടുള്ള പരിപാടി? ഞാൻ ആദ്യം റഷ്യയിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്ത് നേരെ നാട്ടിൽ പോയി ഒരു 6 months വെയിറ്റ് ചെയ്താണ് ഞാൻ താഷ്കിന്ത് പോകുന്നത്. താഷ്കിന്ത് ഓൾറെഡി ട്രാവൽ ചെയ്തു. എത്ര നാളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു 4 months ഉണ്ടായിരുന്നു. 4 months ഉണ്ടായിരുന്നു. അപ്പം നോർമലി ഞാൻ ചോദിക്കുന്ന പറയുന്നത്, നമ്മൾ ഉസ്ബെക്കിനെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എനിവൺ ആര് വന്നാലും വിത്തിൻ 72 hours നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ എങ്ങനെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത്? അല്ലെങ്കിൽ പോയിട്ട് ഹോസ്റ്റലിലാണോ നിന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ ആദ്യം പറഞ്ഞത് ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. നമ്മൾ ചെല്ലുന്ന ഒരു 1 year, കാരണം നമുക്ക് എല്ലാ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് 1 year എടുക്കും. അതുകൊണ്ട് ഹോസ്റ്റലിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ നേരെ ഹോട്ടലിലാക്കി. അവിടെ ഒരു 7 days ഹോട്ടൽ രജിസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ 2 സ്റ്റുഡൻസ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവരെ ഹോട്ടലിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് അവരായിട്ട് തന്നെ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു തന്നു. പിന്നെ അങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ ചെയ്തു. എൻ്റെ കൂടെയുള്ള കുട്ടികളും ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക്, കാരണം ഞങ്ങൾക്ക് 3 പേരുമായിരുന്നു ആ ടൈമിൽ അഡ്മിഷൻ എടുത്തത്, ട്രാൻസ്ഫർ ആയത്. സോ പിന്നെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻറ് വിസ ആയിരുന്നു, അതോ നിങ്ങൾക്ക് ഈ വിസയാണ് അവർ തന്നിട്ടുണ്ടായിരുന്ന ആ ടൈമിൽ? സ്റ്റുഡൻറ് വിസ ആയിട്ടാണ് തന്നത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഫീസ് എല്ലാം അടച്ചു കഴിഞ്ഞപ്പോൾ, ഫീസ് നമ്മൾ ഓൾറെഡി പെയ്ഡ് ആയിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് പേ ചെയ്തു പോയി. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇല്ല, ഇനി പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലെറ്റർ ഫേക്ക് ആയിരുന്നു. ചീറ്റിംഗ് ആയിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളൊരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ആളെ ഇല്ല. അങ്ങനത്തെ ഒരു എൻറോൾമെന്റ് ഇല്ല. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് സംസാരിച്ചായിരുന്നു അതിനുശേഷം? യൂണിവേഴ്സിറ്റിയിൽ അവർ നമ്മളെ ഇതാക്കുന്നില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു 1 month യൂണിവേഴ്സിറ്റി ഏതാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈവൻ പോയിട്ട് പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റി കാണിച്ചിട്ടേ ഇല്ല. അപ്പം ഭയങ്കര പെട്ടുപോയി. പെട്ട അവസ്ഥയായിരുന്നു. അത് പിന്നെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്ത് പിന്നെ രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസും ലൈഫൊക്കെ? അത് നല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് എനിക്കൊരു ഹോപ്പും ഇല്ല. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ പാസ് ഔട്ട് ആയ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹോപ്പും ഇല്ലാണ്ട് നിന്ന ടൈമിലാണ് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു അവിടെ പോവുക, വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ട, ഡിപ്രസ്ഡ് ആവും, വേണ്ട കുഴപ്പമില്ല പോവെന്ന് പറഞ്ഞു. ഞാൻ നോർമലി ചുമ്മാ പോയതാണ്. എനിക്ക് അതുവരെ എൻ്റെ വീട്ടുകാരെ ഇഷ്ടമായിരുന്നു ഈ MBBS എന്നുള്ള. എനിക്ക് അങ്ങനെ വലിയ ഡ്രീം ഒന്നുമില്ല, എനിക്ക് സിവിൽ സർവീസ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ പോവാം, കുഴപ്പമില്ല, എന്തായാലും വീട്ടിൽ ഇരിക്കല്ലേ അങ്ങനെ പോയപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ഡോക്ടർ ആനന്ദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് നിന്നത്. പുള്ളി എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷറാണ് എനിക്ക് തന്നെ. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും കൊണ്ടുപോകും. എല്ലാ പേഷ്യൻ്റുമായിട്ട് നമുക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, അതിനുപരി നമ്മളൊരു ഡോക്ടറായിട്ടാണ് നിൽക്കുന്നത്. അവിടെയുള്ള നഴ്സുമാരായാലും അവിടെയുള്ള ഡോക്ടേഴ്സായാലും നമ്മൾ ഡോക്ടറെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ
അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെടാൻ ഈ ഒരു തുടങ്ങിയത്. പ്രൊഫഷന്റെ ഡിഗ്നിറ്റിയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷന്റെ ബഹുമാനവും ഒക്കെ അവിടെ പോയതിനു ശേഷമാണ് കിട്ടിയത്. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പാരൻസ് ആയാൽ പോലും ഈവൻ എന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഓക്കെ അവിടെ വന്നിട്ട് കാഷ്വാലിറ്റി വന്നിട്ട് ദൈവം എന്ന് പറഞ്ഞാൽ ഓ മാഡത്തിൻ്റെ ആരാ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ആ പ്രൊഫഷൻ ലവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇരുന്നില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഓരോ ഏജൻസി ആയാലും ഓരോ യൂണിവേഴ്സിറ്റീസ് ആയാലും അങ്ങനെയാണ് ഞാൻ സാറിനെ കാണുന്നതും. പിന്നെ എടാ ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്ര നാളായി? അറൌണ്ട് 6 months അല്ലേ? അറൌണ്ട് 8 months ആവുന്നുണ്ട്. 8 months ആവുന്നുണ്ട്. 8 months ആവുന്നുണ്ട് വന്നിട്ട്. പിന്നെ നോർമലി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലൈഫ്? എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. റഷ്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ അടിച്ചുപൊളിയാണ്. പഠിത്തം എന്ന് പറഞ്ഞ സാധനമില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതില്ല. ഞങ്ങൾ റഷ്യയിലെന്ന് പറഞ്ഞാൽ ഫുൾ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ പഠിക്കണം. എൻജോയ്മെന്റ് ഉണ്ട്, ഇല്ല ഞാൻ പറയണില്ല, എൻജോയ്മെന്റ് ഉണ്ട്. നമുക്ക് പകുതി എൻജോയ്മെന്റും പകുതി പഠിത്തവും. പക്ഷെ പഠിത്തത്തിന് ഇവിടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ വൈവ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം പ്രാക്ടിക്കൽ ആയാലും തരുന്നുണ്ട്. ക്ലിനിക്കൽസ് എങ്ങനെയുണ്ട്? ക്ലിനിക്കൽസ് കുഴപ്പമില്ല. ഇപ്പൊ ഈ കറണ്ട് ഈ ഒരു ഇയറിൽ ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? എനിക്ക് വരുന്ന ജനറൽ സർജറി വന്നായിരുന്നു. ഇപ്പോൾ ഇന്റേണൽ മെഡിസിൻ ഉണ്ട്. ഓക്കെ. ജനറൽ സർജറി ഇന്റേണൽ മെഡിസിനും ഉണ്ട്. ജനറൽ സർജറി പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം വിസിറ്റ് ചെയ്യിപ്പിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ ക്ലിനിക്കൽ അവേഴ്സ് കമ്പൽസറി ഇത്ര അവേഴ്സ് അങ്ങനെ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അക്കാഡമിക്സിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് ഇപ്പൊ ക്ലാസ് ആയാലും ഇപ്പൊ എനിക്ക് സൈക്കിളാണ്, 6 hours സൈക്കിളാണ്. അപ്പം അതിൽ 3 ടോപ്പിക് എടുക്കും. 2 hours വെച്ചാണ് ഒരു ടോപ്പിക്കിന്. അപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു അവർ മിസ്സായി കഴിഞ്ഞാൽ ഹെമിസിൽ വരും. ഓക്കെ. ഹെമിസിൽ അത് അപ്പം തന്നെ അപ്ഡേറ്റ് ആവും, ആബ്സെന്റ് വീഴും. പിന്നെ നമ്മളത് എഴുതി കൊടുക്കേണ്ടി വരും, പിന്നെ നമ്മൾ റിവൈവ് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഹെമിസ് സത്യത്തിൽ നല്ലൊരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ശരിയല്ല, ഹെമിസ് അവർ കീപ്പ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഒരു സെമസ്റ്ററിൽ അപ് ടു മാക്സിമം എത്ര അവേഴ്സ് ആണ് ലീവ് എടുക്കാൻ പറ്റുന്നത് ഇവിടെ? എനിക്ക് തോന്നുന്നൊരു ഞാൻ ലീവ് എടുക്കാൻ പറയില്ല, കാരണം വേറെ അല്ല, ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പോൾ പ്രീവിയസ്ലി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു 72 hours അങ്ങനെ എന്താണ്. പക്ഷേ ഞാൻ കറന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു സെമസ്റ്ററിൽ ഇപ്പോൾ 30 hours അത്രയും മാത്രമേ മാക്സിമം ലീവ് ആവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 30 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months മാക്സിമം 5 ദിവസത്തിന് മുകളിൽ ലീവ് എടുക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതായത് അവർ ഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡീസിന് അത്രയേറെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ 3rd year ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാക്സിമം നമ്മുടെ ഉസ്ബെക് ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് എങ്ങനെയുണ്ട് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, അവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ക്ലാസ്സിലൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടല്ല ഇരിക്കുന്നത്, നോർമലായിട്ട് ഇരിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും അവര്. അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞു തരും. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇംഗ്ലീഷ് ഒക്കെ അവർ പറയുന്നത് മനസ്സിലാവും, നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. വേറെ കുഴപ്പമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇല്ല, കുഴപ്പമില്ല. ഞാൻ റഷ്യയിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മൾ നോക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. വേറെ നോർമലി ഇപ്പോൾ നമ്മൾ ഈ എന്താണ് പല കൺട്രീസിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഭയങ്കരമായിട്ട്, റൈസിസം ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഈവൻ ഇപ്പം UK പോലുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും റൈസിസം ഇഷ്യൂസ് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ലോക്കൽസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളോ നമ്മളെ കാര്യം നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ഒന്നും പറയാ അങ്ങനെയൊന്നുമില്ല. അവരവരെ കാര്യങ്ങൾ നോക്കുന്നത് ഒന്നുമില്ല. എവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ക്യാമ്പസും പിന്നെ ഇപ്പൊ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് തമ്മിൽ? എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എനിക്കൊരു 10 minute നടന്നാൽ മതി. 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എത്ര റെന്റ് വരുന്ന അപ്പാർട്ട്മെന്റിന്റെ? എനിക്ക് ഇപ്പോൾ വരുന്ന കറന്റ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിൽ 75 ആണ് ഒരാൾക്ക്. $75 പെർ മന്ത്. അതായത് ഇപ്പം 10 മാസത്തേക്കാണോ കോൺട്രാക്ട് അതോ 12 മാസത്തേക്കാണോ കോൺട്രാക്ട് കൊടുക്കുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്നത് 6 months എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ വന്ന് ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തത്. ഓക്കെ. ഇനി അടുത്ത ഈ വരുന്ന മെയിൽ അത് പുതുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അപ്പാർട്ട്മെന്റ്സ് എടുക്കുന്ന സമയത്ത് ഫോർ എ ഹോൾ ഇയർ എന്ന രീതിയിൽ മാത്രമാണ് അവർ തരുന്നത്. ഇനിയില്ല നമ്മൾ ഇവിടെ നിൽക്കുന്ന പീരീഡിനും എന്ന രീതിയിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. നമുക്ക് ഹോൾ ഇയറും ചെയ്യാൻ പറ്റും, അല്ലാതെ അത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ 10 മാസം എന്ന് പറയുമ്പോൾ ഒരു $750 ഫോർ ഹോസ്റ്റൽ. ഇത് നമ്മുടെ യൂട്ടിലിറ്റീസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ടോ അതോ നമ്മുടെ ഗ്യാസ് പിന്നെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ആണോ? ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സിനെ പോലെ ഇരിക്കും. ഇപ്പൊ ചിലവർ പറയും ഇല്ല എക്സ്ട്രാ ചെയ്യേണ്ടി വരും. നല്ല ആൾക്കാരും അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പം ദേവന്റെ ഫ്ലാറ്റിനകത്ത് നിങ്ങൾ അഡീഷണലി ആണ് അടയ്ക്കുന്നത്, ഇതിനകത്ത് ഇൻക്ലൂഡ്. ഓക്കെ. അപ്പോൾ ഇൻക്ലൂഡിങ് എവരിത്തിങ് വരുമ്പോൾ ഒരു $750. പിന്നെ നമ്മുടെ ഒരു ഫുഡിന്റെ ചാർജ് ഒക്കെ മന്തിൽ ഒരു ആവറേജ് എത്ര വരുന്നുണ്ടോ? ഒരു 5000 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെൽഫ് കുക്കിംഗ് ആണെന്ന് തോന്നുന്നു, ശരിയല്ല? സെൽഫ് കുക്കിംഗ് ആണ്. ഓക്കെ. സോ ആവറേജ് എത്ര കോസ്റ്റ് വരും? ഞാനൊരു ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്.
അപ്പം എനിക്ക് കുറച്ച് കൂടുതല, ഞാൻ നല്ല അല്ലല്ല food അതാ കഴിക്കുന്ന ചോദിക്കുന്നത്. ഒരാളാണ്. അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ആവറേജ് എത്ര വരുന്നുണ്ടാവും വന്നാൽ? എനിക്ക് എല്ലാം കൂടെ ചേർത്ത് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 10,000 ആണ് ഇട്ട് തരുന്നത്. അതിൽ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും അതായത് ഫുഡും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി 10,000 മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് അബൌട്ട് $100. ഇത് നോർമൽ വരുന്ന റേറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഫുഡ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചാവുമെന്നാണോ പറയുന്നത്? ഓക്കെ. ഞാൻ നല്ല ഫുഡ് കഴിക്കും. അല്ലല്ല, ഞാൻ അതല്ലടാ പറഞ്ഞത്. ഇപ്പോൾ ഫുഡ് കുറച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിലോ $100 മാനേജ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇപ്പം ഡോളർ റേറ്റ് അറൌണ്ട് 95 ഉണ്ട്. സോ അറൌണ്ട് $175 to $200 പെർ മന്ത് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു $200 എന്ന് പറയുമ്പോൾ അറൌണ്ട് 20,000 പെർ മന്ത് ലിവിംഗ് കോസ്റ്റ് വരും. അപ്പോൾ ഒരു വർഷത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 2 lakhs ഫോർ ലിവിംഗ് കോസ്റ്റ്. അപ്പം ഒരു 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 ലക്ഷം രൂപ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ടോട്ടലായിട്ട് വരും. ഓക്കെ ഓക്കെ. ഇറ്റ്സ് യൂഷ്വൽ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. നമ്മൾ ബാക്കിയുള്ള കൺട്രിയൊക്കെ വെച്ച് നോക്കി, ഇപ്പോൾ ജോർജിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഡബിൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് പോകുന്നുണ്ട്. നല്ലപോലെ എക്സ്പെൻസ് കൂടുതലാണ്. റഷ്യൻ്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു കണക്ടിവിറ്റി? എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പം നിയറസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ബൈ വാക്കാണ് കൂടുതൽ വരാറുള്ളത്, അതോ പിന്നെ ബസ്സോ അങ്ങനെ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? ഞാനിപ്പം എനിക്ക് യൂണിവേഴ്സിറ്റി വരാനായിട്ട് വേറെ ആവശ്യമില്ല, ഞാൻ വാക്ക് ചെയ്ത് തന്നെയാണ് വരുന്നത്. വേറെ കാര്യങ്ങളും പിന്നെ എനിക്കും താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്യാബ്. എങ്ങനെയുണ്ട് ക്യാബിന്റെ ഒരു കോസ്റ്റ്? എങ്ങനെയാണ്? ക്യാബ് ഭയങ്കര വില കുറവാണ്. എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്യാബാണ്, കുഴപ്പമില്ല. ഇപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ നോർമലി പല കൺട്രീസിലും സ്റ്റുഡൻസിന് ഈ ബസ്സിനൊക്കെ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻറ് കാർഡ് വെച്ചിട്ട് എന്തെങ്കിലും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസസ് കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാർഡുണ്ട്. യൂഷ്വലി ഇവിടെ സ്റ്റുഡൻറ് കാർഡ് വെച്ചിട്ട് തന്നെ ഒരു ഇതുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഇവിടെ ഓരോ ബാങ്ക് വഴിയും ഇങ്ങനെ കുറെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2,400 ആണെന്നുണ്ടെങ്കിൽ, സോൺസ് ആണ്, 2,400 ആണെന്നുണ്ടെങ്കിൽ അവരത് ഡിസ്കൗണ്ട് ചെയ്ത് 900-ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നോർമലി ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഒരു പകുതിക്കും താഴെയുള്ള പൈസയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് നോർമലി ഇന്ത്യയിലുള്ള സ്റ്റഫ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം എന്തായാലും പ്യുവർ മസാലാസ് എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല, അതൊരിക്കലും പോസിബിളും അല്ല. എസ്പെഷ്യലി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മസാല ആയാലും നമ്മൾ ഇന്ത്യയിലെ കുറെ കാര്യങ്ങളായാലും ഞാൻ വന്ന ടൈമിലില്ലായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഓക്കെ. ബിക്കോസ് എനിഹൗ ഇറ്റ് ഈസ് എ ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രി, സോ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പിള്ളേരൊക്കെ കുറച്ച് ക്ലൗഡ് കിച്ചൺ അങ്ങനത്തെ പരിപാടികളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടോ? ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇന്ന് പിള്ളേരുടെ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കഴിച്ചു. എങ്ങനെയുണ്ട്? ഞാനും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടിക്കുന്ന ടൈമിൽ ഓർഡർ ചെയ്ത് കഴിക്കും. ഓക്കെ. എങ്ങനെയുണ്ട് ഒരു ലാസ്റ്റ് ഒരു 8 months ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫർഗാനയെ കുറിച്ചിട്ട്? എക്സ്പീരിയൻസ് നല്ലതാ. വേറൊന്നുമല്ല, ഞാൻ റഷ്യയിൽ ഇങ്ങനെ പഠിത്ത കാര്യങ്ങളായിട്ട് പോയ ഒരാളല്ല. ഞാൻ ഭയങ്കര അടിച്ചു പൊളിച്ച് കിടന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. വീട്ടുകാർ അത് എത്ര കഷ്ടപ്പെട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ആ ഒരു ഇത് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പഠിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കണം, അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പഠിത്തം നമ്മൾ കൊണ്ടുപോകണം. പ്രോപ്പർലി കൊണ്ടുപോയില്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇറന്ന് പിന്നെ അതിന് ഡബിൾ എഫേർട്ട് എടുക്കേണ്ടി വരും. നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് ഒരു പീസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. നാട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പിയാണ്. എൻ്റെ പഠിത്തം കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റൈറ്റ് ചോയ്സ് എടുത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. ഓക്കെടാ, താങ്ക് യു. ഓക്കെ സാർ.